ഹർഭജൻ സിംഗ് എസ് ഐ കപ്താൻ ചേച്ചിനെ കണ്ടിട്ടുണ്ട്. വേളി ചേച്ചി സുഖാണ്. ഹായ് ഗായ്സ്, ഞാനില്ല വീഡിയോ എടുക്കാൻ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പൊ ഫസിക്കാക്ക് എന്നോട് കലിപ്പിലാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് വേണ്ടി പോകാൻ ഇറങ്ങിയായിരുന്നു. അപ്പം ഫസിക്കാക്ക് ഒരു സാധനം മറന്ന് അതെടുക്കാൻ വേണ്ടി വന്നതാണ്. അതിനാണ് ഫസിക്കാക്ക് എത്ര ആറ്റിറ്റ്യൂഡ് ഇട്ട്. സാറില്ല ഫസിക്കാക്ക, അപ്പൊ ഒരു മൈക്ക് മറന്നതിനാണ് കേട്ടോ ഞാൻ തിരിച്ചു വന്നത്. അതിന് ഞാൻ ഫസിക്കാക്കന്റെ തൊള്ളയുള്ള മൊത്തം കേട്ടു. വലിയ ചീഞ്ഞ സ്വഭാവം എടുക്കരുത് കേട്ടോ ഫസിക്കാക്ക, വലിയ ഓവറാല്ലേ ഈ സംഭവം. നമ്മളിപ്പോ പോണത് എറണാകുളത്തേക്കാണ്. എറണാകുളം അവിടെ കുളം ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി പോവാണ്. മഴയൊക്കെ ഉണ്ട്, അതുകൊണ്ട് എറണാകുളം എന്താണ് മോളെ ഇവിടെ ഒച്ച വേഗല്ലോ യാറ മോളെ, മാമനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞൊരു പേടിയില്ലല്ലോ. യെസ് ഗൈസ്, ഇവിടെ മമ്മി ഉണ്ട്. ഇതിവിടെ നമ്മളെ ക്യൂട്ടിപ്പായി ക്യാരമോൾ ഒങ്ങാണ്. നമ്മളിപ്പോ പോവാണ്. എങ്ങോട്ടാ അമ്മച്ചി പോണ അറിയോ? ഇല്ല. യെസ് ഗൈസ്, സർപ്രൈസ് ആണ്. നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണ് അല്ലേ ഫസിക്കാക്ക? നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. നമ്മള് യാരുടെ ഫസ്റ്റത്തെ ലോങ് ട്രിപ്പാണ്. വെറും ചെറിയ കളികളൊന്നല്ല നമ്മള് കളിക്കണത്, വലിയ വലിയ കളികളാണ് യാരുടെ കൂടെ കളിക്കാൻ വേണ്ടി പോണത്. എന്തായാലും നമുക്ക് വഴിയെ കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തായാലും നമ്മൾ രാവിലെ നമ്മളെ ഫലക്കിന്റെ വീട്ടിലേനി ശാന്തസുന്ദരമായ കൊച്ചി നഗരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊടുക്കുന്നത്. ബിക്കോസ് ഇന്നലെ നമ്മള് ഫലക്കിന്റെ വീട്ടിലാണ് നിന്നത്. അപ്പൊ നമ്മള് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചി എയർപോർട്ടിലേക്ക് എത്തുകയാണ്. യാര ബേബീസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് വരാൻ പോണത്. അപ്പൊ എങ്ങോട്ടാ പോണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ യാറിന്റെ ട്രിപ്പാണ്, അതും ഫ്ലൈറ്റ് ജേണിയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. യാറ ബേബി ഇതൊന്നും എൻജോയ് ചെയ്യുന്നില്ലേ? യാരാ ഈ മൊട്ടത്തിനെ കാണിച്ച് ഉറങ്ങി എന്താ കാണുക? ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു ഫസിക്കാക്ക് മുന്നേ പോകണ്ടി ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ എണീറ്റിട്ടുള്ളൂ. എന്താ ചെയ്യുക, ഉറക്കം വന്നാൽ പിന്നെ എനിക്ക് ഒരു കൺട്രോളും ഇല്ല. അതാ ഫസിക്കാക്കിയും മമ്മിയും ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിതാ യാര ബേബിന്റെ പവർ കൊണ്ട് വരി നിൽക്കേണ്ട ആവശ്യമില്ല. പ്രയോറിറ്റി ഉണ്ട് കേട്ടോ ബേബീസ് ഉള്ള ആൾക്കാർക്ക്. എനിക്ക് തോന്നുന്നത് ഞാൻ വരിയിലും പ്രയോറിറ്റി ഉണ്ടാവും. ഫസ്കാക്ക ആ വരിയിൽ എനിക്ക് പ്രയോറിറ്റി ഇല്ലേ? സ്മോൾ ബേബീസിനുള്ളവർക്ക് എപ്പോഴും പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ ഇൻഡിഗോയിലാണ് കേട്ടോ പോണേ. അപ്പോൾ ഇൻഡിഗോയിൽ നമുക്ക് വേഗം ചെക്ക് ഇൻ ചെയ്യാം. ഗൈസ്, അപ്പം ഞാൻ എൻ്റെ ഏറ്റവും വലിയ ആളായ പേളി ചേച്ചിനെ കണ്ടിട്ടുണ്ട്. പേളി ചേച്ചി സുഖാണ്. ആ ഒരു ഇറ്റാര ബേബി ഉണ്ട്, ഉറങ്ങാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, സുന്ദരിയായിട്ടുണ്ട്. ശ്രീനിക്കേട്ടില്ല. ഓക്കെ, കണ്ടതിൽ വളരെയധികം സന്തോഷം. ലവ് യു. എന്താ ഫസ്കൊക്കെ പരിപാടി? എയർപോർട്ടിലാണല്ലേ? എയർപോർട്ടിൽ എന്താക്കാ? എയർപോർട്ടില് എന്താ പരിപാടി? എന്റെ മോളെ നോക്കണില്ലേ നിങ്ങള്? എന്തിനാ അവല് ഉണ്ടാക്കി വെച്ചത്? ഇപ്പൊ നേരെ ഇങ്ങനെ കടന്നു വന്നാ പറയും. വെറുതെ മനുഷ്യനെ കൊണ്ട് പതില് രാവിലെ തന്നെ കളിപ്പിക്കണേ. എന്താ ചെയ്യ? എന്തോ പണ്ടാറും ചെയ്യാൻ പോവാ. സെക്യൂരിറ്റി ചെക്കിന് ഈ പാത്രത്തിലിടുക. അടുത്തതായിട്ട് പാത്രക്കളി. ഇതാ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞ് കാത്തിരിക്കാണ്. നമ്മളെ യാറ് മോള് ഉറങ്ങി എണീറ്റിട്ടില്ല. ചിക്കനുണ്ട് കേട്ടോ അമ്മന്റെ മോക്ക്. ഒരു മിൽക്ക് ബ്രേക്ക് എടുക്കാൻ സമയമായിട്ടുണ്ട്. യാർക്ക് വിശക്കുന്നുണ്ട്. ഇതാ ഫ്ലൈറ്റുകളൊക്കെ കാണുന്നത്. നമ്മൾ ഇൻഡിഗോയിലാണ് പോണത്. നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റ് ഇവിടെ ഉണ്ട്. ഫസിക്കാക്ക ഒരു വാഷ്റൂം ബ്രേക്കിന് പോയതാണ്. എവിടെ പോയാലും വാഷ്റൂം ബ്രേക്ക് എടുക്കും. ഫസിക്കാക്ക ഈ സില്ലി പോയി. ഞാൻ ഈ യാരാ മമ്മി ഇവിടെ ഉലാത്തുകയാണ്. യാരാ മമ്മിന്റെ താരാ മനമെങ്കോ പോകുതേ. നമുക്കിന്ന് ഫ്ലൈറ്റിൽ പോവണ്ടേ?
അടിച്ച് പൊളിക്കണ്ടേ? ഞാറമോക്കും നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? യെസ്. നല്ല മഴയാണ്. നോക്കിയാ നമ്മൾ എങ്ങോട്ടാ പോണെന്നൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരട്ടെ. കാൽ വെച്ച് കയറട്ടെ ആരാ കമോൺ. ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഹിബ. എന്റേതും സന്തോഷായില്ലേ? നമ്മള് നല്ല വിൻഡോ സീറ്റിലാണ് കിട്ടിയട്ടോ. ഞാന് നോക്ക് എന്താ നോക്കണ നോക്ക്. ജനലിന്റെ ഉള്ളിൽ കൂടെ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് മകൾ. എന്താണ് മൂക്കൊക്കെ ഒലിക്കിണ്ട് ജലദോഷം പിടിച്ചിട്ട്. എന്താണ് നോക്കിയിരിക്കുന്നത്? ഫോട്ടോക്ക് പോസി മാമനെ കൂടെ ഫോട്ടോ എടുക്ക്. നമ്മളൊരു ഫോട്ടോ എടുക്കടോ. Available in Braille. In case of an emergency landing, please read our safety instructions. Se hawa bhare. Leaving the main exit doors. The life jacket after leave. ബാങ്ക് കൊടുക്ക. ഈ ഫ്ലൈറ്റ് ജേണി മൊത്തം പൊരിഞ്ഞു ഓർത്തോട്ടോ. ഇല്ലമ്മ കയറി പുറകാൻ തുടങ്ങിയല്ലേ? നെഞ്ചില്ലല്ലോ യാറാ. ഓള് ഉറങ്ങി ആസ്വദിക്കാണെന്നാണ് തോന്നുന്നത്. ഓൾ ഇന്റെ ബാക്കിയാണ്. ഉറങ്ങി ആസ്വദിക്കുന്നു. ഞാനൊരു ബുക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ റീഡിങ് അതിന്റെ ഹാബിറ്റ്. ഞാൻ വിചാരിച്ച് അതാണ് അധികം ചാറാവല്ലേട്ടോ. ഇത് കണ്ടിട്ട് ഹിബ പറയാട്ടോ ഇവിടെ നല്ല കോടൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളെ ജോക്കി ചെയ്തതാണ്. റേഡിയോ ജോക്കി റൈറ്റ്. ഫസ്റ്റത്തെ ഫ്ലൈറ്റ് കഴിഞ്ഞിരിക്കുക. അത് ലാൻഡ് ചെയ്തിട്ടോ അങ്ങനെ ബാംഗ്ലൂർ ടച്ച് ചെയ്തു. ഫസ്റ്റത്തെ കഴിഞ്ഞില്ലേ ഹിബ? അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഇവിടെ നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആട്ടോ. അത് എടുത്തിട്ട് വേണമെങ്കിൽ പോകാനും. ഹിബ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ? ഞാൻ ഫുള്ള് ഉറക്കാട്ടോ. ഞാൻ അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്, അതിനോളം ഉറങ്ങാൻ നമ്മൾ സമ്മതിക്കൂല. അത് കുറേ ദൂരമുണ്ട്, അതിനോട് നമ്മൾ ഉറങ്ങൂല. നമുക്ക് ഫ്ലൈറ്റിൽ നമ്മൾ മാത്രം ഹിബ ഞാനെന്നെ മമ്മി എടുത്തുണ്ടായി അല്ലേ? ഓക്കെ, പെട്ടെ ഫുള്ള് ലഗേജ് ആകെ. ഹിബനോട് എത്ര പറഞ്ഞാലും ഹിബ അനുസരിക്കും. മൊത്തം ലഗേജ് ആയിട്ട് വരും വെറുതെ. ഇവരൊക്കെ നമ്മളെ ഇറങ്ങാൻ വേണ്ടി കാത്തിക്കാവുന്നു അല്ലേ? മമ്മീച്ചി ഇവിടെ ഇവിടെ ബസ് കയറി അരീക്കോട്ടേക്ക് വിട്ടു തോന്നുന്നു. ഗൈസ് എനിക്ക് തീരെ വയ്യ കേട്ടോ. ഐ എം റിയലി സിക്ക് ടുഡേ. ഇവിടെ അല്ലേ 2-3 ദിവസമായിട്ട് നല്ല സിക്കാണ് ചെവിയൊക്കെ. അല്ലെങ്കിലേ എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടമല്ല ഫ്ലൈറ്റ് കയറുന്നത്. ഐ ഓൾവേസ് പ്രിഫർ ട്രെയിൻ. നല്ല സേഫ് പരിപാടിയാണ്. ആഹാ, അങ്ങനെ ഹിബ ഇതുവരെയായിട്ട് ബാംഗ്ലൂർ വന്നില്ല എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഹിബക്ക് ബാംഗ്ലൂർ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കാലക്കുട്ടീനെ പോലെ വേഗം ഒന്നാണ് നിൽക്കുക. എൻ്റെ അവസ്ഥക്ക് ഒരു ബാഗ്, 2 ബാഗ്, 3 ബാഗ്, ഫുള്ള് ബാഗിൻ്റെ കയ്യില. അപ്പം നമ്മളിങ്ങനെ ബ്ലംഗ്ലൂർ എത്തിയതാണ്. ബ്ലംഗ്ലൂർ
പണ്ട് ഞാൻ ബാംഗ്ലൂർ എന്ന് അതിന് പറയില്ലേ, ഇപ്പൊ ഞാൻ ബംഗ്ലൂർ എന്ന് പറയും. ഞാൻ ക്യാച്ച് മനുഷ്യൻ അനങ്ങാൻ കഴിയണില്ല, അതിന്റെ ഇടയിൽ കൂടെ അമ്മാരി ടാസ്ക് തരുന്നു. ഞാൻ ക്യാച്ച് കൊടുത്താണ്. ഫസിക്കാക്ക കണ്ടില്ലേ എന്റെ ബാഗേജ് പിടിക്കണോളാം. വാ കമോൺ. സ്റ്റാൻഡില് ബസ് ഇട്ട് നിർത്തിയിട്ടാണ് ഫ്ലൈറ്റ്. അബുദാബിയിൽ എത്ര ഫ്ലൈറ്റ് ഉണ്ട്? അയ്യോ ഇവിടെ തീരെ ഇല്ല. ഇത് വൃത്തിയില്ല. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഫസിക്കാക്ക ഇവിടെ 50% ഓഫർ. ഞാൻ അതിന്റെ വില എന്തായാലും നോക്കും. എനിക്ക് എന്തായാലും നോക്കാം. നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനാവില്ല. എന്താ ഇപ്പൊ പെർസെന്റേജ് ഓഫർ. 2900 ബാംഗ്ലൂർ എത്തിയിട്ട് വിശന്നിട്ട് വെയ്യട്ടോ. അപ്പോൾ വിശത്തിൽ ഊക്കൊണ്ട് ഒരു ബർഗർ പറഞ്ഞിട്ട്, അല്ല ഇതൊരു സാൻഡ്വിച്ചാണ്. പിന്നെ നമ്മളൊരു പിസയും വാങ്ങിയിട്ടുണ്ട്. പിസ ആയിട്ടില്ല, പിസ ആകുമ്പോൾ വിളിക്കാന്നാണ് പറഞ്ഞത്. പിന്നെ ഫസ്റ്റിക്കാക്ക ഫ്ലൈറ്റ് എന്തായിന്ന് പോയി നോക്കാൻ വേണ്ടി പോയതാണ്. ഫ്ലൈറ്റ് എങ്ങാനും പോയി ഇത് തിന്ന് ഇവിടെ ഇരിക്കേണ്ടി വരുമോയെന്ന് അറിയില്ല. ഓ സാൻഡ്വിച്ച് ഒരു ഭീമൻ സംഭവം തന്നെ. വലിയ ടേസ്റ്റ് ഇല്ല. ഇതിന് ഭയങ്കര കട്ടി. എന്തായാലും തിന്നാ, പൈസ കൊടുത്ത് വാങ്ങിയല്ലേ. എന്താ ഫ്ലൈറ്റ് ഇപ്പം ഇറങ്ങുമോ? നാട്ടില് 150 രൂപ കിട്ടുന്ന ബർഗർ സാധനം. നാട്ടിൽ 150 രൂപയ്ക്ക് ബർഗർ കിട്ടുമോ? ഒലക്കട്ടു. വിശക്കുണ്ടല്ലോ നല്ലോണം. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒന്ന് തിന്നോണ്ടിരിക്കാം. തിന്നോട് മോനെ, ഫോർമാലിറ്റി ഇല്ലാണ്ട്. ഫ്ലൈറ്റ് നോക്കിട്ട് എന്തായി? അടുത്ത സാധനം എത്തി. എന്താ ഒരു മാർഗം ഇല്ലാത്ത എപ്പോഴായി ഞാൻ ഒരു മാർഗറീറ്റ പിസ്സ വാങ്ങി. ചീസൊക്കെ കിടില സാധനം. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ഹിബ ഇത് ടേസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ. ഇനി നമുക്ക് വേറെ ഫ്ലൈറ്റ് ഉണ്ട്. വേഗം തിന്ന് 10 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് ഉള്ളു. നമുക്ക് വേഗം തിന്നു. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്നിട്ട് വാങ്ങിയ നല്ല അടിപൊളി സ്ഥലം. ബാംഗ്ലൂർ ഒരു മഹാ എയർപോർട്ട് ഉണ്ട് അല്ലേ ഹിബ? കഴിച്ചോളൂ വേഗം കഴിച്ചോളൂ. ഇതാണ് ഗൈസ് മാർഗം ഇല്ലാതാവുമ്പോ വാങ്ങണം മാർഗറീറ്റ പിസ്സ. ബില്ലടിച്ച് ഞാൻ ബില്ലാതെ ആവല്ലോ. വർത്താനം പറയാനുള്ള പുറപ്പാടില്ലാണ്. ഇപ്പൊ തന്നെ വർത്താനം പറയാൻ അറിയാന്ന വിചാരം. ഇവ ഫ്ലൈറ്റിലൊക്കെ കയറി പിന്നെ ഫുൾ ഇംഗ്ലീഷാ. അത് പൊട്ടത്തരം മാത്രമേ പറയും, വെറും പൊട്ടത്തരം. ഞാൻ സൈഡായപ്പോ ഓള് വലിയ ആളായി പോയി. ഇനി അടുത്ത ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകട്ടോ. സെക്കൻഡ് ഫ്ലൈറ്റ് ബാംഗ്ലൂർ. ആരുണ്ടായാലും കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇറങ്ങാനും കയറാനും പറ്റൂലേ. ലൈൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ യാറിനെ കൊണ്ട് നെക്സ്റ്റ് ഫ്ലൈറ്റ് അല്ല ഹിബ. യാറൈസ് വിത്ത് മീ ദിസ് ഗൈസ് യാരവിടെ വരുന്ന എൻജോയ്മെന്റിലാട്ടോ. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് അല്ല ഒരു ഹായ് പറഞ്ഞേ. ഓള് നല്ല, ഓൾക്കൊരു പ്രശ്നമില്ല, അവളിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. എല്ലാരോടും ടാറ്റ ബൈ ബൈ എന്നട്ടോ യാരാ പറഞ്ഞത്. നമ്മൾ ഈ ടേക്ക് ഓഫിന്റെ സമയത്തും ലാൻഡിങ്ങിന്റെ സമയത്തും ഫീഡ് ചെയ്യണം എന്നാ പറഞ്ഞത്. ബിക്കോസ് അല്ലെങ്കിൽ വലിയ ചെവിന്റെ ഇയർ പ്രഷറൊക്കെ ഫുള്ള് ചെവിക്ക് നല്ല വേദന ആവും അല്ലേ. അതിന് വേണ്ടിട്ട് അവർ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഈ യാരനെ അതുപോലെ പാല് കുറച്ച് കൊടുത്തിട്ട് സെറ്റാക്കി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ യാരനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രൂഫ് വേണം. അപ്പോൾ യാരൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് പ്രൂഫായിട്ട് എടുത്തുള്ളത്. അത് ഫോണിൽ കോപ്പി പോരട്ടോ, നമ്മളതിൻ്റെ ഹാർഡ് കോപ്പി തന്നെ എടുത്തു വെക്കണം. ഇഷ്ടമായില്ല. ഇന്റർനാഷണൽ പോകട്ടെ നമുക്ക്. ഓക്കെ എന്താ എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ? തിന്നാൻ എന്താ വേണോ? എന്താ വേണ്ടി തിന്നാൻ? ആരും മതി. ആരോടി
എന്താ എൻജോയ്മെന്റ്, എന്താ എൻജോയ്മെന്റ്. ആഹാ, എൻജോയ് ചെയ്താ വിൻഡോ സീറ്റ് എടുത്ത് നോക്ക് വേണ്ടി. ഇതാ നോക്ക് 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 അങ്ങോട്ട് നോക്ക് അങ്ങോട്ട് നോക്ക്. ആസ്വദിച്ചോണ്ട് എന്നെ ആസ്വാദനം നോക്ക്. നമുക്ക് കുറച്ച് തമാശയൊക്കെ പറഞ്ഞേ വന്നിട്ട് ഇരിക്കാം. എന്ത് പറയുന്നു? नमस्कार, उड़ान 6A465 में आपका स्वागत है। सूरत 1 घंटे 30 मिनट की दूरी पर है। आज ഇന്റർവ്യൂ തിന്നിട്ട് ഇവിടെ വെച്ചിട്ടോ. വെജ് ചിക്കൻ ചക്ലി സാൻഡ്വിച്ച് എന്ന് വെച്ചു. ഇവ ചിക്കൻ പാപ്രിക്ക തിന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫ്ലൈറ്റിൽ നമ്മളെ യാരക്കുട്ടി ഉണർന്നിട്ടോ. കുട്ടി ഉണർന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 2 ഫ്ലൈറ്റും കഴിഞ്ഞ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റാക്ക് അവിടെ ലാൻഡ് മാർക്കായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ? ചെവി ഭയങ്കര വേദന. അതെ, ഫസ്റ്റാക്ക് ചെവി വേദന ആവുന്നുണ്ട്. ഫസ്റ്റാക്ക് ചെറുതായിട്ട് കോളിലുണ്ട്. അപ്പോൾ യാരമോൾ ഇവിടെ ഉണർന്നിരിക്കുക ലാൻഡിങ്ങിന് കാത്തിട്ട്. അപ്പം നമ്മൾ ഇവിടെ കണ്ട് വന്നുള്ളേ. ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾ ഏതാ സ്ഥലം എന്ന് ഗസ് ചെയ്യുക. ഓക്കെ, വീണ്ടും എവിടെയോ എത്തിയിട്ടുണ്ട് ലാൻഡ് ചെയ്തിട്ട്. യാറാ യാറാ, ഇത് എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന്റെ വീഡിയോ. ഈ വല്ലതും അറിയണ്ടോ? ഷെയർ ചെയ്യാം, മറ്റു വീഡിയോസ്